എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ ചാണക സംഖ്യ സുഹൃത്തുക്കളെ, എന്നത്തെയും പോലെ ഇന്നലത്തെ ദിവസവും നമുക്ക് വളരെ മോശമായിരുന്നു. മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം മോശം മോശം. ഇതുപോലൊരു ഊമ്പിയ ദിവസം നമ്മൾ സംഖ്യകൾക്ക്, ചാണക സംഖ്യകൾക്ക് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അതിൽ മെയിൻ ആയിട്ടുള്ള കാരണം നമ്മള് സിനിമാ സീരിയൽ നടൻ കൃഷ്ണകുമാറിലെ നമ്മളെ മെയിൻ ചാണക സംഖ്യ, ഞാനും ചാണകം നീയും ചാണകം, ഞാനും ചാണകം നീയും ചാണകം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ടൈപ്പ് ട്രോളന്മാരെ മുന്നിലേക്ക് നമ്മൾ ഇട്ടുകൊടുത്ത ഒരു വേട്ടാവളിയൻ. ആ വേട്ടാവളിയന്റെ മകളുണ്ടല്ല, അഹാന കൃഷ്ണകുമാർ, സിനിമാ നടി. ഓളിന്നല്ല നമുക്ക് എട്ടിന്റെ പണി തന്നു. ഏടുന്നും കിട്ടുന്ന വിചാരിച്ചിനി. പക്ഷെ സംഖ്യകൾ എടുക്കുന്ന തന്നെ സംഖ്യക്ക് പണി കിട്ടുന്നത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഓരോ വീട്ടിന്റെ മുന്നിൽ ഒരു അമ്പലത്തില് ഒരു ഭക്തിഗാനം വെച്ചേന് എന്തെല്ലാം ഓള് ഇൻസ്റ്റാ സ്റ്റോറി ഇട്ടത്. ഓക്ക് പിടിച്ചിട്ടില്ല, കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ഓള്. ഇതെന്റെ ഒരു സുഹൃത്ത് വേറൊരു ചാണക സംഖ്യ എന്നെ വിളിച്ചു പറയുമ്പോൾ അവൻ പറഞ്ഞത് അഹാന എന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് കേട്ടത് അൽ അഹാന എന്നാണ്. എന്റെ മനസ്സിലാകെ സന്തോഷം കൊണ്ട് കോരിച്ചൊരിയിലുണ്ടായി. ഞാൻ വിചാരിച്ചു ഇതേതോ മജീദിന്റെയോ ഖാദറിന്റെയോ കോയിന്റെയോ ആണ് മകള് അൽ ഹഹാനയാണ്. പക്ഷെ പെട്ടെന്നാണ് അറിഞ്ഞത് അത് നമ്മുടെ തന്നെ ചാണക സംഖ്യ, നമ്മുടെ തന്നെ ചാണകം തന്നെയാണ്. ആ വെച്ച വെടി നമ്മളെ കുണ്ടിക്ക് തന്നെ, സംഖ്യ തന്നെ നമ്മളെ കുണ്ടിക്ക് പിടിച്ചു. നമുക്ക് ആദ്യം ആ സ്റ്റോറി കാണാം. ഇതിലിപ്പോ അഹാനെ പറഞ്ഞും കാര്യമില്ല. ഇതെന്ത് ഭക്തിയാനാണ് ഇത്? തലയിൽ ഈ ചാണകത്തിന്റെ മുകളിൽ ചാണകമുള്ള ഏതോ ഒരു തന്നെ അമ്പലത്തിൽ ഇരിക്കുന്നുണ്ട്. അല്ലാണ്ടൊന്നും ഇതുപോലത്തെ പാട്ടൊന്നും വെക്കൂല. എന്നാലും നമ്മൾ അഹാന കൃഷ്ണകുമാറെ ഈ പരിപാടി എടുക്കുന്ന നമ്മൾ വിചാരിച്ചിട്ടില്ല. ഇതൊക്കെ പോട്ടെ, കേരളം വിട്ടിട്ടും പണി കിട്ടി. ഹൈദരാബാദിൽ നിന്ന് ഒരു മുട്ടം പണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടു നോക്കി, ചാണകത്തിൽ മുട്ടം പണി. അതും കണ്ടു നോക്കി നിങ്ങൾ. संघर्ष करो, हम तुम्हारे साथ हैं। जय हो पाकिस्तान, पाकिस्तान। जय हो हिंदुस्तान। വിളിക്കുന്ന ചാണകം പോട്ട് ജയ് ഹോ പാകിസ്ഥാൻ എന്ന് വിളിക്കുമ്പോൾ അതുപോലെ ഏറ്റുവിളിക്കുന്ന ബാക്കിയുള്ള ചാണകങ്ങളെ അവസ്ഥ. ഇതാണ് നമ്മളെ ചാണകങ്ങള്. എന്താണോ മെയിൻ ചാണകം പറയുന്നത് അത് ഒന്നും നോക്കാണ്ട്, ഒന്ന് ചിന്തിക്കാണ്ട് ഏറ്റവും വിളിക്കും. ചിന്തിക്കുന്ന കാര്യം ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. ചിന്തിക്കേണ്ട ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ ചാണകങ്ങളാവൂലല്ലോ. അതിൽ ഞാൻ സോറി പറയുന്ന എൻ്റെ എല്ലാ ചാണക സുഹൃത്തുക്കളോടും ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചു, അറിയാണ്ട് പറ്റിപ്പോയതാണ്. ഇനി ഒരിക്കലും ബുദ്ധി, ചിന്ത, വിവേകം എന്നീ വാക്കുകൾ ഞാൻ ഒരിക്കലും ഉപയോഗിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ ചാണകം എന്ന് ആരും വിളിക്കില്ലല്ലോ. അടുത്ത വീഡിയോയിലേക്ക് കടക്കാം സുഹൃത്തുക്കളെ. ഇതന്നെ ഇന്നലെ കണ്ണീരിലാഴ്ത്തിയ, ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല, കണ്ണിൽ എണ്ണയിച്ചിങ്ങനെ കാത്തിരിക്കലായിരുന്നു. എത്രമാത്രം സങ്കടം ഉണ്ടാക്കിയെന്ന് അറിയാം. വളരെ എൻ്റെ ഹൃദയം വിങ്ങിപ്പൊട്ടിയൊരു വീഡിയോ ആണ്. നിങ്ങളിത് കാണുക. എനിക്കറിയുന്നില്ല, എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. അവസാന ശ്വാസം വരെ പിണറായിയുടെ എല്ലാ കേസ്, ഒരു കേസിൽ എന്നെ ജയിലിൽ അടച്ചിട്ടില്ല. വീണ്ടും സത്യനാഥ അവസരം കിട്ടിയില്ല. ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു. സിന്ദാബാദ്. ഷർട്ടിടാൻ അവസരം കിട്ടിയില്ല, ഷഡ്ഡിടാൻ കിട്ടിന്നല്ല. അല്ലെങ്കിൽ നീ തൂറി മെഴുകുന്നത് നാട്ടുകാർ മൊത്തം കാണുമല്ലോ. ഇനി ഇവനെയും നമ്മൾ മാസാക്കണല്ല. എന്തൊരു കരച്ചില്ല കരഞ്ഞ്. ചാണക സംഖ്യ നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല. ഞാൻ സംഖ്യ തന്നെ, ചാണക സംഖ്യ തന്നെ. പക്ഷെ എനിക്ക് ഇത് കാണുമ്പോൾ പറയാണ്ട് കഴിയുന്നില്ല. ഇനി ഇവനെ നമ്മൾ മാസാക്കണ്ടേ? എങ്ങനെ ഇട്ടിട്ട് മാസാക്കണ്ടേ? ഇതുപോലൊരു കരച്ചിൽ. ജാമ്യം കിട്ടി, എന്നാലും ഇതിനി എങ്ങനെ നമ്മൾ മുഖത്ത് നോക്കും? ഇനി ഇവനെ നമ്മൾ എങ്ങനെ ഹീറോ ആക്കും? ഇനി ഏത് മാസ് മ്യൂസിക് വെച്ചിട്ടാണ് ഇവനെ നമ്മൾ ഹീറോ ആക്കണ്ടേ? എന്തൊരു കരച്ചിലാന്ന്. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി എന്തൊരു പച്ചക്കള്ളി നമുക്ക് പറയുന്നു. ഏതെല്ലാം ആൾക്കാരെ കുടുംബം വളർന്നുകൊണ്ടിരുന്ന എത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ട് ഇവനെ കൊണ്ട്. അവരെല്ലാം ശാപമല്ലേ? എന്നാലും നമുക്ക് ഇവനെ വിടാൻ കഴിയില്ല, നമ്മളെ ചാണകമായി പോയില്ലേ? എന്നാലും എന്തൊരു കരച്ചിലായി നമുക്ക്. എന്നെ കൊണ്ട് ഇനി മാസാക്കാൻ കഴിയില്ല ഇവനാ. എന്നെ കൊണ്ട് ഒരിക്കലും പറ്റൂല. നിങ്ങൾ വേണമെങ്കിൽ മാസായിക്കോ. ഇമാരി ഒരു ചാണകം. അമ്മ വരെ അടിച്ചു ഓട്ടിക്കോന. അവന്റെ അച്ഛനും അമ്മയുണ്ടല്ല അടിച്ച് വെളി പോടാന്ന് പറഞ്ഞു. ഷർട്ട് വരെ ഇടാൻ അച്ഛനും അമ്മയും കൊടുക്കാത്ത പോലും. ഈ നായി ഒന്നും ഇടണ്ടെന്ന് പറഞ്ഞു. ഷഡ്ഡി ഇട്ടത് അങ്ങനെ തന്നെ ഉള്ളുകൊണ്ട് രക്ഷപ്പെട്ടു. ഊരി ഇട്ടിട്ടുണ്ടെങ്കിൽ ഓന്റെ എല്ലാ ബുങ്കിളതും റോട്ടിൽ വീണ്ട് നാട്ടുകാർ കാണുമല്ലോ. എന്നാലും നമ്മൾ ചാണകങ്ങൾ എങ്ങനെ സഹിക്കുന്നൊക്കെ. അങ്ങനെ പോട്ടെ. അങ്ങനെ ഇന്നലത്തെ ദിവസം വളരെ വിജൃംഭിതമായ ചാണക ദിവസമായി.
ഇനി നാളത്തെ ദിവസവും അതിനടുത്ത ദിവസം എല്ലാം ഇതായിരിക്കും. നമ്മളെ ചാണക സംഖ്യ ഊക്ക് വാങ്ങി മരിക്കാനേ സമയം ഉണ്ടാവും. ഓക്കെ, എന്നാൽ ഇനി അങ്ങോട്ട് ഊക്കലോട് ഊക്കലായിരിക്കും നാട്ടുകാർ മൊത്തം നമ്മൾ സംഖ്യകൾ. എന്നാ പിന്നെ സുലാൻ